ഹായ് എവരി വൺ, എല്ലാവർക്കും ഡസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി എടുത്തിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണേ. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് 2 ഓറഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ തൊലി കളയാം. അതിൻ്റെ വൈറ്റ് പോർഷനെല്ലാം കളയണം. നല്ല മധുരമുള്ള ഓറഞ്ച് സെലക്ട് ചെയ്യുവാണെങ്കിൽ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഓറഞ്ച് എടുക്കുമ്പോൾ നല്ല മധുരമുള്ള ടൈപ്പ് ഓറഞ്ച് എടുക്കണം കേട്ടോ. പിന്നെ ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള സീഡും കളയണം. അതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ള കളറിൽ കാണുന്ന ആ പോർഷനെല്ലാം കളയണം. എന്നിട്ട് വേണം കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് പോർഷൻ അത്യാവശ്യം കളഞ്ഞിട്ടുമുണ്ട് കേട്ടോ. രണ്ടാമത്തതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് പോർഷനും കുരുവും റിമൂവ് ചെയ്യാം. കുരു ഒട്ടും ഇല്ലാതെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കയ്പുണ്ടാവും കേട്ടോ കേക്കിന്. ആ വൈറ്റ് പോർഷനും കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. 1/2 കപ്പ് പഞ്ചസാരയും 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്. പിന്നെ ഒരു നുള്ളു ഉപ്പ്. എന്നിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാനൊന്ന് അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് 2 എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ട്. എഗ്ഗ് പൊട്ടിച്ചിടാം. ഇതുപോലെ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ബീറ്ററോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഇട്ടിട്ട് ആക്കിയെടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സിയിൽ വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇത് അരിച്ചെടുത്തതാണ് കേട്ടോ മൈദപ്പൊടി. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത് മൈദ. കുറച്ച് വീതം ഇട്ടിട്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. മൈദ നമ്മൾ ഓയിൽ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് മൈദ എടുത്താലും മതി കേട്ടോ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. മൈദ അരിച്ചെടുത്തതായിരിക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ ഇത്. മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ ടൂട്ടി ഫ്രൂട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇതില്ലാതെയും പ്ലെയിനായിട്ട് നമുക്ക് ഓറഞ്ച് കേക്കായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഓറഞ്ചിൻ്റെ നല്ല സ്മെല്ലോട് കൂടിയുള്ള ഒരു കേക്കായിട്ട് വരും. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിൽ ഞാനൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് അവനിലും വെച്ചും ഉണ്ടാക്കാം, അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചിട്ടും ആക്കാവുന്നതാണ്. ഒരു നുള്ളു മൈദ ഇട്ടിട്ട് ഒന്ന് എല്ലായിടും ഒന്നും കൂടി സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ബാറ്റർ ഈ ടിന്നിലേക്ക് ആഡ് ചെയ്യാം.
സ്റ്റൗവിൽ വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 45 to 50 മിനിറ്റ്സ് വേണ്ടി വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആക്കേണ്ടത്. ഞാനിപ്പോൾ അവനിൽ വെച്ചാണ് ആക്കുന്നത്. 180 ഡിഗ്രിയിൽ 50 മിനിറ്റ്സ് എനിക്ക് വേണ്ടി വന്നു കേട്ടോ, ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. 50 മിനിറ്റ്സ് കൊണ്ട് ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.